ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി ഈ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈസ് മാത്യു അച്ഛൻ, ലവ്ലി അച്ഛൻ, മർത്തമറിയ സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വന്യനായ ജോൺ വർഗീസ് അച്ഛൻ, മറ്റ് വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സ്നേഹിതരെ, UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിൻ്റെ ഈ ഒരു പദ്ധതിയിലേക്ക് ബലഹീനായ എന്നെ ഒരിക്കൽ കൂടെ ക്ഷണിച്ചതിലുള്ള നന്ദി മുന്നമേ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്ത്യൻ പാരന്റിങ് ആസ് എ ഡിവൈൻ വൊക്കേഷൻ എന്നുള്ളതാണ്. പാരന്റിങ് ഒരു ദൈവവിളിയാണ് എന്നുള്ളതാണ് വിഷയമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛന് പല ആവർത്തി എന്നെ വിളിക്കുകയും ഇതിൻ്റെ ബ്രീഫിംഗ് ഒക്കെ തരികയും ചെയ്തു. ഇന്നും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അച്ഛൻ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഓടുന്നതിന് മുൻപ് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. വലിയ സന്തോഷം. വൈസ് മാത്യു അച്ഛനും മെസ്സേജ് അയക്കുകയും ബന്ധപ്പെടുകയും ചെയ്തതിനുള്ള വലിയ നന്ദി അറിയിക്കുകയാണ്. ആമുഖമായി ഒരു വാചകം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കും. 127 സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങൾ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീടിൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോവുകയില്ല. 127 സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ തീമുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അതിൻ്റെ കീ വേർഡ്സ് എന്ന് പറയുന്നത് 3-ാമത്തെ വാക്യമാണ്. ചിൽഡ്രൻ ആർ എ ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ്, ദേ ആർ എ റിയൽ ബ്ലെസ്സിങ്. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, നമ്മുടെ പെഷീത്ത ബൈബിളിൽ എങ്ങനെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു ട്രാൻസ്ലേഷനാണ് സുറിയാനി പെഷീത്ത ബൈബിൾ. കണിയാമ്പറമ്പിലച്ഛൻ്റെ ബൈബിളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, സങ്കീർത്തനങ്ങളുടെ നമ്പറിങ്ങിൽ സത്യവേദ പുസ്തകവും അതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. 126 സങ്കീർത്തനമാണ് പെഷീത്തായിൽ. നമ്മുടെ കുർബാനക്രമത്തിലൊക്കെ അച്ചടിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളുടെ നമ്പർ എപ്പോഴും ഒരെണ്ണം താഴെ ആയിരിക്കുമല്ലോ. അതുപോലെ ഇത് 126. 3-ാം വാക്യം. മക്കൾ കർത്താവിൽ നിന്നുള്ള ഓഹരിയും ഗർഭഫലം തങ്കൽ നിന്നുള്ള കൂലിയും ആകുന്നു. മക്കൾ കർത്താവിൽ നിന്നുള്ള ഓഹരിയും ഗർഭഫലം തങ്കൽ നിന്നുള്ള കൂലിയും ആകുന്നു. അവകാശം, അതുപോലെ ഓഹരി, ഈ വാക്കുകളൊക്കെയാണ് ഇവിടെ ദൈവം മക്കളെ തരുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ സങ്കീർത്തനക്കാരന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ് പാരന്റിങ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അതൊരു ദൈവവിളിയാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം അഭിനന്ദ തിരുമേനി ആമുഖ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഈ പാരന്റിങ് എന്ന കാര്യത്തിൽ ധാരാളം ആളുകൾ പരാജയപ്പെടുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ മാത്രമല്ല, അതുമൂലം സഭയുടെയും സമൂഹത്തിൻ്റെയും ഭാവിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ, they were not so educated as we are. അവർക്ക് ഈ പേരന്റിങ്ങിന് അങ്ങനെ ക്ലാസ് ഒന്നും കിട്ടിയതല്ല. ബട്ട് somewhere or other they learned a lot of things from the senior generations. കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ ആയിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു,
അവരെ വളർത്തുന്നു, അവരെ സ്കൂളിൽ വിടുന്നു. കുറച്ച് കഴിയുമ്പോൾ അവര് യുവതി യുവാക്കന്മാരാകുന്നു, അവരെ വിവാഹം കഴിച്ച് വിടുന്നു. അവരുടെ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു കൗൺസിലിംഗ് കോഴ്സും ഇല്ലാതെ നമ്മുടെ വല്യപ്പച്ചന്മാരൊക്കെ അതിമനോഹരമായി ഈ പ്രശ്നങ്ങളൊക്കെയും സോൾവ് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ആധുനിക വെല്ലുവിളികളെ ലഘൂകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, we have a series of challenges which the older generations they didn't meet. അങ്ങനെയുള്ള ഒത്തിരി വെല്ലുവിളികൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രത്യേകിച്ച് ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുകയാണ്. Due to the globalization, we have become a global village. Every day we see and hear and watch and discuss things of other people. പണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ലായിരുന്നു. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ആളുകൾ, അതിലെ പ്രധാന സ്ഥാപനം ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ക്ഷേത്രം, ആകപ്പാടെ മനുഷ്യരുടെ ഏറ്റവും വലിയ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പള്ളിയുമായി, ക്ഷേത്രവുമായി, മോസ്കുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് നടക്കുന്ന കാര്യവും നമ്മൾ വളരെ ആ നാട്ടുകാർ അറിയുന്ന സമയത്ത് തന്നെ നാം അറിയുന്നു. മാധ്യമങ്ങൾ, ഇൻഫർമേഷൻ ടെക്നോളജി, the social media, a series of things are there to connect the people of different continents and countries and nations. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങൾ ഒത്തിരിയുണ്ട്, അതിൻ്റെ ന്യൂനതകളുമുണ്ട്. പണ്ടാണെങ്കിൽ നമ്മളൊക്കെ കഴിച്ചിരുന്ന, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഭക്ഷണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ രാവിലെ വന്നാൽ വെള്ളയപ്പവും നല്ല കറിയും ഒക്കെ കാണും, അല്ലെങ്കിൽ വട്ടയപ്പം കാണും, അങ്ങനെയുള്ള കാര്യമാണ്. അതേസമയം ഹിന്ദുക്കളുടെ വീട്ടിൽ ചെന്നാൽ, ഞാനൊരു 50-60 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്, ഹിന്ദുക്കളുടെ വീട്ടിൽ ചെന്നാൽ ഈ വട്ടയപ്പം വെള്ളയപ്പവും അധികം ഇല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട അവരും നമ്മളും ഒക്കെ കഴിക്കുന്ന ഇഡലിയും സാമ്പാറും ദോശയും ഒക്കെ. മുസ്ലിങ്ങളുടെ ഇടയിൽ ചെന്നാൽ പത്തിരിയും പൊറോട്ടയും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഭക്ഷണം, അതുപോലെ വേഷവിധാനം, ചട്ടയും മുണ്ടും ഉടുത്ത അമ്മമാര്, അതുപോലെയുള്ള വേഷവിധാനത്തിലെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ അതൊക്കെ മാറിയിരിക്കുകയാണ്. രാവിലെ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ് ലഞ്ച്, ആൻഡ് ദ ഈവനിങ് ഇറ്റ് ക്യാൻ ബി ഇന്ത്യൻ ഓർ ഇറ്റ് ക്യാൻ ബി ജാപ്പനീസ് or it can be Brazilian, whatever is available. So a lot of interactions are happening in terms of dressing, in terms of food habits, in terms of values too. അവസാനം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, മൂല്യങ്ങളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം വന്നിരിക്കും. പണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ക്രൈസ്തവ മൂല്യങ്ങൾ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ അടിവരയിട്ട് പഠിപ്പിച്ചിരുന്നു. ഇപ്പോ the children are struggling to distinguish between what is Christian and what is non-Christian. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ അതിപ്രസരം. 3 വയസ്സുള്ള ഒരു കുട്ടി 30 വയസ്സുകാരൻ കാണേണ്ട ദൃശ്യങ്ങളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രിയിൽ കിടക്കുമ്പോൾ വരെ കാണുന്നത്. അത് നിയന്ത്രിക്കാൻ നമുക്ക് സംവിധാനം ഇല്ല. അത് ഇതിൽ ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഇത് തിരിച്ചറിയാനുള്ള പ്രായമില്ലാത്ത കുട്ടി തന്നെ പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും അഭിപ്രായ പ്രകടനങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വലിയ പ്രത്യേകതയാണ് കുട്ടികളുടെ സ്ഥാനം വളരെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 60-70 വയസ്സ് മുൻപുള്ള കാലത്ത് കുട്ടികൾ അത്ര പ്രാധാന്യമുള്ളവരായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഓമനത്വമുള്ള കുട്ടികൾ, അവരെ താലോലിക്കും, സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും കുടുംബത്തിന്റെ പൊതുവേദിയിൽ അവർക്ക് വലിയ സ്ഥാനമില്ലായിരുന്നു. നമുക്കറിയാം, പുരാതന കാലത്ത് അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 പുരുഷന്മാർ. ഒരു പുരുഷ കേന്ദ്രീകൃത ലോകമായിരുന്നു. ഇപ്പൊ അത് മാറി. കുറച്ചു കാലത്തിന് മുമ്പ് സ്ത്രീകൾക്കൂടെ കുറച്ചുകൂടെ പരിഗണന കിട്ടി. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോ കുട്ടികൾക്ക് ഐഡന്റിറ്റി ഓഫ് ദ ചൈൽഡ് ഈസ് റെക്കഗ്നൈസ്ഡ് നൗ. സാധാരണ അച്ഛന്മാരൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ പഴയ കാലത്ത് അവിടുത്തെ പുരുഷനുമായിട്ട് മാത്രമാണ് സംസാരം. ആകപ്പാടെ വീട്ടമ്മയുമായിട്ട് സംസാരിക്കുന്നത്
ഒരു കപ്പ് കാപ്പിയും കൊണ്ട് വരുമ്പോൾ എന്താ സുഖമായിരിക്കുന്നോ, അത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. നമുക്കറിയാം കാലഘട്ടം മാറിയിട്ടുണ്ട്. ഈവൻ വി ഹാവ് ടു ഇന്ററാക്ട് വിത്ത് ദ ചിൽഡ്രൻ. കുട്ടികളുമായി, അവിടെയുള്ള കുട്ടികൾ വളരെ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവനോട് വന്ന് ആശയ സംവേദനം നടത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. മറ്റൊരു കാര്യം ദ ജനറേഷൻ ഗ്യാപ്പാണ്. 20 years ആണ് വാസ്തവത്തിൽ ഒരു ജനറേഷന്റെ ടൈമായിട്ട് പറയുന്നത്. അപ്പോ 40 വയസ്സുള്ള ഒരാൾക്ക് 1 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ 2 ജനറേഷന്റെ ഗ്യാപ്പാണ്. 20 years ആണ് സാധാരണ സയന്റിഫിക് ആയിട്ട് പറയുന്നത്. അത് 60 വയസ്സും 80 വയസ്സുള്ളവരും ആകുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് വൈഡനിങ്, കുറച്ചുകൂടെ വലിയ വിസ്തൃതമായ കാര്യമാണ്. ഈ പേരൻസിന്റെ മനസ്സിലിരിക്കുന്നത് അവർ വളർന്നതുപോലെ കുട്ടികൾ വളർന്നിട്ടുണ്ടെന്നുള്ളതാണ്. അവരുടെ പശ്ചാത്തലം, ഞാൻ താമസിക്കുന്നത് തിരുവല്ലയിലെ മുത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ. ഇപ്പൊ പട്ടണത്തിന്റെ മധ്യത്തിലായിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ പരിചയത്തിലാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പൊ എൻ്റെ കുട്ടികൾ ഇപ്പൊ അവിടെയൊക്കെ വലുതായി. പക്ഷെ എങ്കിലും കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ വളർന്നതുപോലെ കുട്ടികൾ വളരണം, ഞാൻ ചിന്തിക്കുന്നത് പോലെ കുട്ടികൾ ചിന്തിക്കണം, ഞാൻ റിയാക്ട് ചെയ്യുന്നത് പോലെ കുട്ടികൾ റിയാക്ട് ചെയ്യണം, ഞാൻ ഫീൽ ചെയ്യുന്നത് പോലെ കുട്ടികൾക്കും ഫീൽ ചെയ്യണം. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. പേരൻസ് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാലത്തും അത് നടക്കുകയില്ല. ബിക്കോസ് ദ ചിൽഡ്രൻ ആർ ലിവിങ് ഇൻ എ ഡിഫറെന്റ് ഏജ്. ദർ ലാംഗ്വേജ് ഇസ് ഡിഫറെന്റ്, ദർ food choice is different, their interrelationship with the other people, that is the way of communication, everything is very different. അത് നമ്മുടെ വീട്ടില് ഒരു തിരുമേനി വരുമ്പോൾ കുഞ്ഞുങ്ങൾ കൈമുത്തുന്നില്ല. പേരൻസിന് അപ്പോഴത്തേക്കും ഭയങ്കര വെപ്രാളമാണ്. ആ കുഞ്ഞ് അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല, അവനങ്ങനെ കണ്ട് പരിചയം വരുന്നില്ല. അതേസമയം നമ്മളൊക്കെ ചെറുപ്പമായിരുന്നപ്പോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും കണ്ടും കേട്ടുമാണ് ഇരുന്നത്. വേറൊരു പ്രശ്നമുള്ളത്, the parents are highly ambitious. പ്രത്യേകിച്ച് നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ളവരാണ്. യു ആർ ഹൈലി അംബീഷ്യസ് അബൌട്ട് യുവർ ചിൽഡ്രൻ. 8ഉം 10ഉം കുട്ടികളുള്ള വീടുകളിൽ വളർന്ന ആളുകൾ അവരുടെ പേരൻസിന് അങ്ങനെ അംബീഷ്യസ് ആകാൻ ഒക്കുകയില്ലായിരുന്നു. കാരണം അതിനുള്ള സ്പേസ് അവിടെ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ 5ാമത്തെ ആളാണ്. 6 പേരാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വലിയ അംബീഷ്യസ് ആകാൻ പേരൻസിന് ഒക്കുന്നില്ല, അതിനുള്ള സാധ്യതകൾ കുറവായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. 1ഓ 2ഓ കുട്ടികളാണ്. ആ കുട്ടിയെ ഏറ്റവും ടോപ്പായിട്ട് വളർത്തണം, ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, വക്കീലാക്കണം, പ്രൊഫസർ ആക്കണം. ഇങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പേരൻസ് ജീവിക്കുന്നത്. ദാറ്റ് ഈസ് അനദർ ചലഞ്ച്. അതുപോലെ തന്നെ ആണ് ഈ പേരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലും ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അവരുടെ കാലത്തെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ല ഇന്നുള്ള. ഞാൻ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ്, എന്നേക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒത്തിരി പേര് ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ അത് ഹൗ ഫാർ ഇറ്റ് അഫക്ട്സ് ദ ചൈൽഡ്സ് ഗ്രോത്ത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. പരസ്പരമുള്ള ധാരണാ പിശകുകൾ, പരസ്പരമുള്ള കോലാഹലങ്ങൾ, ഡിവോഴ്സസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ വളർച്ചയെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വെല്ലുവിളിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായും ചിന്തിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 3-4 ചോദ്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഒന്ന്, ഡു യു ഗിവ് ഗോഡ് ടു യുവർ ചിൽഡ്രൻ? ദൈവത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഗ്രാൻഡ് പേരൻസ് അവർക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം ദൈവമാണ്. The feeling, the thought about God, ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത, ദൈവത്തിലുള്ള വിശ്വാസം, the scripture, the prayer book, the worship, ഇത് നമുക്ക് എന്തുമാത്രം കൊടുക്കാൻ പറ്റുന്നു?
ഇന്നത്തെ പേരൻസിന് അധികം പേർക്ക് അത് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് നമ്മുടെ ഒരു പരാജയമായിട്ട് തന്നെ കണക്ക്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ മുതിർന്ന ആളുകൾ സഭയെ വളരെ വിമർശിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ആകുമ്പോൾ വളരെ ലൗഡാണ്, അല്ലെങ്കിൽ ടെലിഫോണിൽ കൂടെ ആകും. അപ്പൊ നമ്മുടെ സഭയെ നമ്മൾ വിമർശിക്കുന്നു, നമ്മുടെ വികാരിയച്ഛനെ വിമർശിക്കുന്നു, നമ്മുടെ തിരുമേനിയെ വിമർശിക്കുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി വിമർശനങ്ങൾ സാധാരണ എനിക്ക് തോന്നുന്നു മലങ്കര സഭയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആത്മവിമർശനം നടത്തുന്നത്. കാരണം അവർക്ക് സഭയോടുള്ള സ്നേഹം വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ ആത്മവിമർശനം നടത്തുന്നത്. അതതിൻ്റെ മറുവശം. പക്ഷെ ഈ കുട്ടി കേൾക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ കുട്ടിക്ക് ഈ ചർച്ചിലുള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ് അറിയാതെ. നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല, നിങ്ങളെ സഭയിലെ ഉറച്ച മെമ്പേഴ്സാണ്. നിങ്ങൾക്ക് ഈ വിമർശനമൊക്കെ പറയുമ്പോഴും മെത്രാച്ചന്മാരോട് ബഹുമാനവും അച്ഛന്മാരോട് സ്നേഹവും സഭയോട് അങ്ങേയറ്റത്തെ കടപ്പാടുമാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് വലിയ കൺഫ്യൂഷനാണ്. ഒരു വശത്ത് അച്ഛൻ വരുമ്പോൾ കൈമുത്തണമെന്ന് പറയുന്നു, തിരുമേനി വരുമ്പോൾ കൈമുത്തണമെന്ന് പറയുന്നു. പക്ഷെ അവരുടെ ആബ്സെൻസിൽ നമ്മൾ അച്ഛന്മാരെ പറ്റിയോ തിരുമേനിമാരെ പറ്റിയോ ഒക്കെ പറയുന്ന കമന്റ്സ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ ദൂരവ്യാപകമായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിലാണ് നമ്മുടെ സഭയെ പറ്റി ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ അറിയുന്നത്. ഒരു പേപ്പർ കൊടുത്തിട്ട് മലങ്കര സഭയെ പറ്റി എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്നത് അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മുടെ വീടുകളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഹൗ ഫാർ യു ആർ വർഷിപ്പിംഗ് സൺഡേ വർഷിപ്പ്, പള്ളിയിലുള്ള വർഷിപ്പ്. ഞാനിതൊക്കെ പറയുമ്പോഴും എനിക്ക് നിങ്ങളുടെ ഭദ്രാസനത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ആരാധനകളൊക്കെ മോശമാണെന്നോ അവിടെ ഒന്നും നടക്കുന്നില്ലെന്നോ ഉള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എനിക്കതിനെപ്പറ്റി കാര്യമായിട്ട് അറിഞ്ഞും കൂടാ. ഞാൻ ഒരു 10-20 വർഷത്തിന് മുൻപ് യൂറോപ്പിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോ 20 വർഷത്തിന് കഴിഞ്ഞുള്ള കാര്യം എനിക്ക് അത്രയും അറിഞ്ഞു. പക്ഷേ ഈ പള്ളികൾ നമ്മുടെ വലിയ ഒരു അനുഗ്രഹമാണ്. ഇത്രയേറെ അച്ഛന്മാർ UK ഇപ്പോ പ്രസന്റ് ആയിട്ടുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഒരു കാലത്ത് 1-2 അച്ഛന്മാരുണ്ടായിരുന്ന കാലത്ത് ഇപ്പൊ 10-20 അച്ഛന്മാരുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതൊരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് പബ്ലിക് വർഷിപ്പ് ഒരുപക്ഷെ കാര്യമായിട്ട് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ വീടുകളിൽ എന്തുമാത്രം കൊടുക്കാൻ പറ്റും? ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇപ്പോ ഒരു ഭവന സന്ദർശനം നടത്തുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിയാൽ ഞാൻ ഒറ്റയ്ക്ക് ചൊല്ലേണ്ടി വരും. എൻ്റെ കൂടെ ചൊല്ലാൻ ആരുമില്ല. അനുഗ്രഹങ്ങൾ നിറഞ്ഞവനെ ഇട്ടാൽ മാതാപിതാക്കൾ പോലും ചൊല്ലിയില്ല. ബാക്കി മേൽപ്പെട്ട ഉയരങ്ങളിലെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. ക്രിസ്തുമസിന്റെ ശുശ്രൂഷയില് ഒരു സോളോ പോലെയാണ് പലപ്പോഴും അതിപ്പോ പല പള്ളികളിലും നടക്കുന്നത്. ഇതിന് കാരണം എന്താണ്? വി ആർ നോട്ട് ട്രെയിൻഡ്. നമ്മുടെ വീടുകളിൽ നമ്മൾ ചൊല്ലുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ്. ബൈബിൾ റീഡിങ് വളരെ അപര്യാപ്തമാണ്. നമ്മുടെ ബൈബിൾ റീഡിങ് ഞാൻ നമ്മുടെ പരിമല ആശുപത്രിയുടെ ഇന്റർവ്യൂവിലൊക്കെ ചിലപ്പോൾ പോയിരിക്കാറുണ്ട്, നേഴ്സസിന്റെ. അപ്പോൾ നമ്മുടെ സഭാംഗങ്ങളായതുകൊണ്ട് 5 മാർക്ക് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഫ്രീ ആയിട്ട് ഈ 5 മാർക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കും. കൊല്ലം ഭദ്രാസനത്തിൽ വന്ന ഒരു കാൻഡിഡേറ്റിനോട് ഒരിക്കൽ ചോദിച്ചു, ആരാണ് കൊല്ലത്തെ തിരുമേനി? 3 തിരുമേനിമാരുടെ പേര് പറഞ്ഞു. സൺഡേ സ്കൂൾ 12ാം ക്ലാസ് പാസ്സായതാണ്, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. 3 തിരുമേനിമാരുടെ പേര് പറഞ്ഞു, കൊല്ലത്തെ തിരുമേനിയുടെ പേര് പറഞ്ഞില്ല. സോ നമ്മൾ എവിടെയാണ് നമ്മുടെ എവിടെ ഒരു ഡിസ്കണക്ട് വന്നിട്ടുണ്ട് ചർച്ചുമായിട്ട്, വർഷിപ്പുമായിട്ട്. ഇത് നമുക്കൊന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ യങ് പേരൻസ് ചിന്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. വേറെ ആർക്ക് ഞങ്ങൾക്ക് അച്ഛന്മാർക്കോ തിരുമേനിമാർക്കോ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. At every home, by every couple, you can create an atmosphere so that we are in touch with the church, in touch with the Bible, in touch with the worship. അത് നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളാണ്, പേരൻസ് ആണ് ദൈവത്തെ കൊടുക്കുന്നത്.
ഒരു കുട്ടിയെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ അവര് കുഞ്ഞുങ്ങളോട് ദൈവം സ്നേഹവാനാണെന്ന് പറഞ്ഞാൽ ഈസിലി ദേ കോംപ്രിഹെൻഡ്, വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. കാരണം അനുദിനം പേരൻസിന്റെ നിന്ന് ആ സ്നേഹം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഒരു കെയറിങ് ഗോഡാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് കെയറുള്ള മാതാപിതാക്കൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഹൗ ഫാർ യു ട്രാൻസ്മിറ്റ് ഗോഡ് ടു യുവർ ചിൽഡ്രൻ, അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഡു യു അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ്? നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? പലപ്പോഴും സാധിക്കുന്നില്ല. നിങ്ങളെ വെച്ചുകൊണ്ടാണ് കുട്ടികളെ അളക്കുന്നത്. നിങ്ങളെ പോലെയാണ് കുട്ടികൾ എന്നാണ് വിചാരം. തീർച്ചയായും മാതാപിതാക്കളുടെ കുറച്ച് ട്രേറ്റ്സ് ഒക്കെ, കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കുട്ടികൾക്ക് കിട്ടും. ബട്ട് he or she is an entirely different human being. അതുകൊണ്ട് ആ കുട്ടിയെ അത്തരത്തിൽ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും സാധിക്കും. പണ്ടൊക്കെ കുട്ടികളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ശരിയായ വാക്കായിട്ട് കരുതിയിരുന്നില്ല. ബട്ട് ഐ റിപ്പീറ്റ്, we have to respect every child. It's a different human being, and he will grow up and he will become a more important person in his life. ഇപ്പൊ ഇന്റലിജൻസ് തന്നെ നമ്മൾ നോക്കിയാൽ മാതാപിതാക്കൾക്കെല്ലാം ഒരു സ്വപ്നമുണ്ട്. അവര് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല. എൻ്റെ മകൻ, എൻ്റെ മകൾ ആ രീതിയിലായിരിക്കണം. അത് ഡോക്ടർ ആകണം എന്ന് ആഗ്രഹിച്ച പേരൻസ് ആണെങ്കിൽ അവരുടെ വലിയ ആഗ്രഹമാണ് അവരുടെ കുട്ടി ഒരു ഡോക്ടറാകണം. പക്ഷെ ആ കുട്ടിക്ക് അതിനുള്ള ഇന്റലിജൻസ് ഉണ്ട്. ഹൊവാർഡ് ഗാർട്ട്നർ എന്ന് പറയുന്ന വലിയ എഡ്യൂക്കേഷനിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഈ ഇന്റലിജൻസിനെ പറ്റി ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ, സീനിയേഴ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ക്ലാസ്സിൽ ഒരാളെ ഉള്ളു മിടുക്കൻ. കാരണം അവന് കണക്കിൽ 100 മാർക്ക് കിട്ടുന്നു, അവന് കെമിസ്ട്രിക്ക് 100 മാർക്ക് കിട്ടുന്നു. അങ്ങനെ ഒരു മിടുക്കനാണ്. ഞാൻ പഠിച്ചത് ഒരു സാധാരണ സ്കൂളിലാണ്, മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 96 പേര് SSLCക്ക് എഴുതി 4 പേര് പാസ്സാകുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോ അവിടുത്തെ വലിയ മിടുക്കനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കോളേജിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവായിരുന്നു ഞാനെന്നുള്ളത് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇപ്പൊ അങ്ങനെയല്ല. തിങ്സ് ഹവ് ചേഞ്ച്ഡ്. എവറി ചൈൽഡ് ഈസ് ഇന്റലിജന്റ്. ഹൊവാർഡ് ഗാർട്ട്നർ പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ഇന്റലിജൻസ് അല്ല ഉള്ളത്. മാത്തമാറ്റിക്സിന് 100 കിട്ടുന്നവന് മാത്രമല്ല ഇന്റലിജന്റ്. ദാറ്റ് ഈസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്, which is called the mathematical intelligence. He will get 100 marks for mathematics, physics, logic. ഇതിനെല്ലാം 100 മാർക്ക് കിട്ടും. പക്ഷേ അവൻ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിന് അവൻ അത്രയും മാർക്ക് കിട്ടുക. അവൻ ആ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കാണുകയില്ല. അത് വേറെ കുറച്ച് കുട്ടികളുണ്ട്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള കുട്ടികൾ. whatever may be the language, English or German or Spanish or French, whatever may be the language, he will top in the class. Linguistic intelligence. Musical intelligence ഉള്ള കുട്ടികളുണ്ട്. ഇപ്പോ ഈസ്റ്റർ കഴിഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങൾ, കൊച്ചു കുട്ടികൾ ഓമറിയാമ എന്നുള്ള പാട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും സുറിയാനിയിലും, ഇവിടെ നമ്മുടെ ഇതിന്റെ ആദ്യം സുറിയാനിയിൽ അത് കേൾപ്പിക്കുകയുണ്ടായല്ലോ. വളരെ സന്തോഷം തോന്നി. ആ ഭാഷ പഠിക്കാനായിട്ട്, അതിൽ തന്നെ ഗീതങ്ങൾ ആലപിക്കാനൊക്കെ പറ്റിയത്. കൈനത്തസ്റ്റിക് ഇന്റലിജൻസ്, അത് കുറച്ചുകൂടെ സ്പോർട്സും ഡാൻസും ഒക്കെ ജിംനാസ്റ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോ IPL നടക്കുകയാണ് ഇന്ത്യയിൽ. ഇന്ന് 2 മാച്ചാണ്. 3:30 ഒരെണ്ണം തുടങ്ങി, 6:30 ആയപ്പോൾ തീർന്നു. 7:30 ഒരെണ്ണം തുടങ്ങി, നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വളരെ മനോഹരമായിട്ട് നല്ല മാച്ച് നടക്കുകയാണ്. അപ്പോ ഒരു 140 കിലോമീറ്റർ സ്പീഡിലുള്ള ഒരു ബോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോഴത്തെ കളിക്കാരുണ്ടല്ലോ, ശിഖർ ധവാനോ അല്ലെങ്കിൽ പടിക്കലോ അല്ലെങ്കിൽ യോൻ മോർഗനോ, അവരൊക്കെ വളരെ ഈസി ആയിട്ടാണ് ഒരു 4 അല്ലെങ്കിൽ ഒരു 6 അടിക്കുന്നത്.
എന്നെപ്പോലുള്ള ആളെ അവിടെ കൊണ്ട് നിർത്തിയാൽ ഒരു ആംബുലൻസും കൂടെ റിസർവ് ചെയ്യണം. ബിക്കോസ് എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഇത് പതിയും. കാരണം അതിനുള്ള സൈസ് ഒക്കെ എനിക്കുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഇത് കൊള്ളാതിരിക്കുകയില്ല. ഇതങ്ങനെ പറ്റുന്നില്ല. ഈ കൈനത്തസ്റ്റിക് ഇന്റലിജൻസ് ആണ്. വളരെ ഫ്ലെക്സിബിൾ ആണ് ബോഡി, വളരെ ഫാസ്റ്റ് ആണ് റിഫ്ലക്സസ്, വളരെ ഫാസ്റ്റ് ആണ് മൂവ്മെന്റ്സ്. ദേ ആർ ഓൾസോ ഇന്റലിജൻസ്. സ്പേഷ്യൽ ഇന്റലിജൻസ്. മൗണ്ടനിയറിംഗ് നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ വലിയ ആഴമുള്ള പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നവര്, കിണറ്റിൽ ഇറങ്ങുന്നവര്, എല്ലാവരെ കൊണ്ടും പറ്റുകയില്ല. അത് സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ നോർത്ത് ഏതാണ് സൗത്ത് ഏതാണെന്ന് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഫാമിലി ലൈഫ്. വ്യക്തികളോട് ഇടപെടാൻ പറ്റുന്നത് എല്ലാവർക്കും പറ്റുന്നില്ല. എങ്ങനെയാണ് മറ്റു വ്യക്തികളോട് വളരെ ഭംഗിയായിട്ട് ഇടപെടാൻ പറ്റുന്നത്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് അത് കുറച്ചുകൂടെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക്, മിസ്റ്റിക്കൽ ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. നാച്ചുറൽ ഇന്റലിജൻസ്, പ്രകൃതിയോടുള്ള സ്നേഹം. ചില കുട്ടികളെ ഒരു വീട്ടിൽ ചെന്നാൽ കോളിംഗ് ബെല്ലിലായിരിക്കും ആദ്യം അമർത്തുന്നത്, പട്ടിക്കൂട്ടിലേക്കായിരിക്കും പോകുന്നത്. ബിക്കോസ് ഹി ഈസ് ഫോണ്ട് ഓഫ് ദ ഡോഗ്സ്, ദ ക്യാറ്റ്സ് ആൻഡ് അതർ ആനിമൽസ്. നാച്ചുറൽ ആൻഡ് ട്രീസ്, പ്ലാന്റ്സ്. അപ്പോൾ ഇത് ഇന്റലിജൻസ് ഈസ് ഡിഫറെന്റ്. സോ നിങ്ങളുടെ കുട്ടിക്ക് ഏതൊക്കെയാണ് സ്ട്രെങ്ത്, ഏതൊക്കെ ഇന്റലിജൻസ് ആണുള്ളത്, അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കണക്കിന് വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടിയെ പിടിച്ച് എഞ്ചിനീയറിംഗിന് വിട്ടാൽ അവനും ദുഃഖിക്കും, നിങ്ങൾ മാതാപിതാക്കളും ദുഃഖിക്കും. ബട്ട് ദർ ഈസ് ഇനഫ് സ്പേസ് ഫോർ എവറി ചൈൽഡ് ഇൻ ദിസ് വേൾഡ്. ഞാൻ കാലിഫോർണിയയിൽ പോയപ്പോൾ അവിടെ ഈ റോസ് വുഡിന്റെ വലിയ ഫോറസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റോസ് വുഡ്, ഏറ്റവും വണ്ണമുള്ള 1000-2000 വർഷവും പഴക്കമുള്ള റോസ് വുഡ്, ഈട്ടി മരങ്ങളുള്ള ഫോറസ്റ്റ് സന്ദർശിക്കുകയുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയത് കാര്യം, എല്ലാ മരങ്ങളും വളരെ സമൃദ്ധമായി വളരുക. എൻ്റെ വീടിന്റെ മുറ്റത്ത് ഒരു ചെടി വെച്ച് പിടിപ്പിക്കണമെങ്കിൽ ഞാൻ വെച്ച് പിടിപ്പിക്കാറില്ല, എൻ്റെ സഹധർമ്മിണിയാണ് ചെയ്യുന്നത്. അതിനവിടെ സ്ഥലമൊരുക്കണം, അവിടെ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊഴിക്കണം, വളവിടണം. ഇത് ഈ കാലിഫോർണിയ ഫോറസ്റ്റില് വെള്ളമൊഴിക്കാൻ ആരുമില്ല, വളവിടാൻ ആരുമില്ല. പക്ഷെ എല്ലാ വൃക്ഷങ്ങളും സമൃദ്ധമായി വളരുക. ഗോഡ് പ്രൊവൈഡ്സ് എവറിത്തിങ് ടു എവറി ലിവിങ് ക്രീച്ചർ. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ പറ്റി അങ്ങനെ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദർ ഈസ് എ സ്പേസ് ഫോർ ഹിസ് ഗ്രോത്ത്. അത് പറയാനാണ് ഞാൻ ഈ ഫോറസ്റ്റിന്റെ ഉദാഹരണം എടുത്തത്. മൂന്നാമത്തെ ഒരു ചോദ്യം, ഡു യു വാണ്ട് ടു കൺട്രോൾ യുവർ ചൈൽഡ് ഓർ ടു മോട്ടിവേറ്റ് യുവർ ചൈൽഡ്? നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? കൺട്രോൾ ചെയ്യാനാണോ മോട്ടിവേറ്റ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോ പല പേരൻസും വലിയ പോലീസ് ഓഫീസേഴ്സിനെ പോലെയാണ് പെരുമാറുന്നത്. അമ്മ അടുക്കളയിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്കൊരു സാധനം എടുക്കാൻ പോകുമ്പോൾ 3 വയസ്സുള്ള കുട്ടി പിച്ചാത്തി അവിടെ ഇരിക്കുന്നു. അത് കണ്ടുകൊണ്ട് അവിടെ അരിഞ്ഞു വെച്ചിരുന്ന സാധനത്തിൽ അടുത്തൊരെണ്ണം അരിയാൻ ശ്രമിക്കുന്നു. അവന്റെ കൈ മുറിയുന്നു. ഹൗ ഡസ് ദ മദർ റിയാക്ട്? എങ്ങനെയാണ് ഈ അമ്മ റിയാക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ട് വന്ന ഉടനെ എന്തിനാണ് ആ പിച്ചാത്തി എടുത്തത് എന്നൊക്കെ പറഞ്ഞ് അവനെ കുറച്ചുകൂടി പേടിപ്പിക്കുകയാണോ? അതോ ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് വളരെ സാവകാശം അവനെ പറഞ്ഞു മനസ്സിലാക്കുക പിച്ചാത്തി എടുത്താൽ ഉള്ള ദൂഷ്യങ്ങളെ സംബന്ധിച്ച്? പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ല. അവൻ ഓൾറെഡി ഈ അമ്മ കാണാതെ ഈ പിച്ചാത്തി എടുത്ത് ഇത് അരിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു കള്ളത്തരം ചെയ്തു എന്നുള്ള ഷെയിം ഫീലിങ്ങിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അവന്റെ കൈ മുറിഞ്ഞ് വേദനയും ചോരയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുട്ടിയെ ആ അമ്മ നേരിടുന്നത് എങ്ങനെയാണ്? ശകാരത്തിലൂടെ, അല്ലെങ്കിൽ അവന്റെ ചെവിക്ക് പിടിച്ചാണ്. ഇറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർ ടൈം ഫോർ കറക്റ്റിംഗ് ദ ചൈൽഡ്. നമ്മുടെ കുട്ടികൾ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഒരിക്കലും അവരെ ശകാരിക്കും. യു ആർ ദ പീപ്പിൾ ഹു ഹാവ് ടു കെയർ ഫോർ യുവർ ചൈൽഡ്, ഹു ഹാവ് ടു സപ്പോർട്ട് യുവർ ചൈൽഡ്. റിസൾട്ട് അറിഞ്ഞിട്ട് വരുന്ന ഒരു കുട്ടിയെ ഒരിക്കലും വഴക്ക് പറയരുത്. കേരളത്തിൽ ഒരു കാലത്ത് റിസൾട്ട് അറിയുന്ന ദിവസം, SLC റിസൾട്ട് ഒക്കെ അറിയുന്ന ദിവസം ഒത്തിരി സൂയിസൈഡ്സ് നടന്നിരുന്നു. കാരണം ഈ കുട്ടികൾ വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടി ശകാരമാണ്. അവൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല, ട്യൂഷന് പോയിട്ടില്ല, പുസ്തകം പഠിച്ചിട്ടില്ല, ഇതൊക്കെ സത്യമാണ്. പക്ഷെ അവൻ റിസൾട്ട് അറിയാൻ സ്കൂളിൽ പോകുമ്പോൾ
മറ്റെല്ലാ കുട്ടികളും പാട്ടുപാടി സന്തോഷിക്കുന്നു, അവന്റെ പേര് മാത്രമില്ല. എൻ്റെ അമ്മയെ എങ്ങനെ നേരിടും, എൻ്റെ പപ്പായെ എങ്ങനെ കൺഫ്രണ്ട് ചെയ്യും എന്ന് വിചാരിച്ച് തീവ്രമായ ദുഃഖത്തോടു കൂടി വരുമ്പോൾ അപ്പോഴാണ് ഈ അമ്മയും അപ്പനും ഒക്കെ കൂടുതൽ ശകാരിക്കുമ്പോൾ അവന് താങ്ങാൻ ഒക്കുക. ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വീട്ടിലെ പഴയ കാര്യമാണ്, അദ്ദേഹം പറയുമ്പോൾ 100 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ്. കണക്കിന് 0 വാങ്ങിച്ചു ഒരു പയ്യൻ. അവൻ ഉച്ചയ്ക്ക് അമ്മയോട് പറഞ്ഞു, സ്ലേറ്റ് കൊണ്ട് കാണിച്ചു, 10ൽ 0. അമ്മയൊന്നും മിണ്ടിയില്ല, അവന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മ അന്നത്തെ കാലത്തെ പോലെ അയൽ വീടുകളൊക്കെ ഇങ്ങനെ സന്ദർശിക്കും. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് പോലെയാണ് ഇങ്ങോട്ട് വരുന്നത് അമ്മ. കയ്യിലൊരു വടിയുണ്ട്. ഇവനെ തല്ലോടെ തല്ല, ഇവനൊരു പിടിയും കിട്ടിയില്ല, എന്തിനേയും അടിക്കുന്നത്. പ്രശ്നം എന്താണെന്നറിയാമോ? അയൽവക്കത്തെ കുട്ടിക്ക് 10ൽ 10 കിട്ടി. അപ്പൊ ഇവിടെ പ്രശ്നം നിങ്ങൾക്കാണോ കുട്ടിക്കാണോ? നിങ്ങളുടെ കുട്ടിക്ക് 0 കിട്ടിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വന്നില്ല, അയൽവക്കത്തെ കുട്ടിക്ക് 10 കിട്ടിയപ്പോഴാണ് പ്രശ്നം. അത് ജലസി എന്നാണ് അതിന്റെ പേര്. അത് നിങ്ങളുടെ കുട്ടിയോടുള്ള സ്നേഹമല്ല, ആ കുട്ടിയെ നന്നാക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് പലപ്പോഴും പേരൻസ്. നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരത്തിയുടെ മകൾക്ക് വലിയ A ഗ്രേഡ് കിട്ടിയിരിക്കുന്നു, നല്ല പ്ലേസ്മെന്റ് കിട്ടിയിരിക്കുന്നു, അതിനെന്താ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കുട്ടിക്കും ദൈവം ഒരവസരം തരും. നിങ്ങളുടെ കുട്ടിയുടെ കഴിവനുസരിച്ച്, അവന്റെ അഭിരുചി അനുസരിച്ച് ഒരു അവസരം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. പണ്ട് ഒരു ബിഹേവിയറൽ സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് നടത്തി. കുട്ടികളുടെ ബിഹേവിയറിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു മുറി നിറച്ച് കുറച്ച് കളിപ്പാട്ടങ്ങളും കുറച്ച് ടോഫിയും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ അമ്മമാര് കുട്ടികളെയും കൊണ്ടുവരും. അവിടെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയെ മുറിക്കകത്താക്കിയിട്ട് അമ്മയ്ക്ക് പോകാം. വളരെ കൊച്ചു കുട്ടികളാണ്, 2 വയസ്സുള്ള, അമ്മയുടെ ഒക്കത്തുനിന്ന് മാറാതിരിക്കുന്ന കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഒരു മുറി നിറച്ച് കുട്ടികളുണ്ട്, ഇഷ്ടംപോലെ കളിപ്പാട്ടമുണ്ട്, ഇഷ്ടംപോലെ മധുര പലഹാരങ്ങളുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ റിയാക്ഷൻ ആ ഡോക്ടർ നോക്കുകയായിരുന്നു. പലതരത്തിലുള്ള റിയാക്ഷൻസ് കണ്ടു. അവിടെ കരച്ചിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 2 വയസ്സുള്ള കുട്ടികളാണ്, ആകെപ്പാടെ വലിയ കരച്ചിലിന്റെ കൊയറാണ്. ചിലര് വലിയ അലമുറയിടുന്നു, ചിലര് കളിപ്പാട്ടം എടുത്ത് എറിയുന്നു, ചിലര് കതകിന് തൊഴിക്കുന്നു. ഇങ്ങനെ വലിയ പ്രശ്നമാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് അമ്മമാരെ തിരിച്ച് ഈ കുട്ടികളുടെ അടുക്കൽ വരാനായിട്ട് അനുവദിക്കുക. ആൻഡ് ദ ഡോക്ടർ വാസ് വാച്ചിങ് ഹൗ ദീസ് ചിൽഡ്രൻ റിയാക്ട്. 4 തരത്തിലുള്ള കുട്ടികളെ ആ ഡോക്ടർക്ക് കാണാൻ പറ്റി. ഒന്നാമത്തെ ഒരു കൂട്ടം കുട്ടികൾ ഓൾറെഡി ദേ ആർ ടയേർഡ് ഓഫ് ക്രൈങ്. അവരെ കരഞ്ഞ് തളർന്ന് അമ്മ വന്നപ്പോൾ ചാടിക്കയറി ഒക്കത്തിരുന്ന് അമ്മ തോളത്തോട്ട് കിടത്തി അവിടെ മയങ്ങി അങ്ങ് ഉറങ്ങിപ്പോയി. അതുപോലെ തളർന്ന് തരിപ്പണമായിരുന്നു. രണ്ടാമത്തെ കുട്ടി അമ്മ വന്നപ്പോ അപ്പൊ ഈ ഒന്നാമത്തെ കുട്ടി ഹീസ് വെരി ഡിപ്പെൻഡന്റ്. അമ്മയില്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ ഒക്കെയല്ല, അതുകൊണ്ടാണ് അവൻ തളർന്നു പോകുന്നത്. രണ്ടാമത്തെ കുട്ടി അമ്മ വന്നപ്പോ ശകാരമൊക്കെ തുടങ്ങി. അമ്മ എവിടെ പോയി, എന്നെ ഇട്ടിച്ച് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ കുട്ടിയെ തോളത്ത് കിടത്തി, മോനെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ കിടന്നൊരു മുട്ടായി എടുത്ത് കൊടുത്തപ്പോ അവൻ ശാന്തനായി, അവന് ക്വയറ്റായി. മൂന്നാമത്തെ കൂട്ടത്തിലുള്ള കുട്ടികൾ അവരമ്മ വന്നപ്പോ തൊട്ട് പരാതിയാണ്. അമ്മയുടെ തലമുടിക്ക് പിടിച്ച് വലിക്കുന്നു, സാരിക്ക് പിടിച്ച് വലിക്കുന്നു, തൊഴിക്കുന്നു. അവിടെ സമാധാനപ്പെടുത്താൻ ചെന്ന എല്ലാവരെയും തൊഴിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, വലിയ ബഹളം. നാലാമത്തെ കുട്ടി അമ്മ വരുന്നത് വരെ ബഹളമായിരുന്നു. പക്ഷെ അമ്മ വന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ അവൻ പുറം തിരിഞ്ഞിരുന്ന് കളിപ്പാട്ടമെടുത്ത് കളിക്കാൻ. ഈ 4 തരത്തിലുള്ള വ്യക്തികളാണ് ഞാനും നിങ്ങൾ. 4 തരത്തിലുള്ള റിയാക്ഷൻസ്. ഒന്നാമത്തെ കൂട്ടം ആളുകൾ ഹൈലി ഡിപ്പെൻഡന്റ്. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കാര്യത്തിൽ എടുത്തിരുന്നാലും പേരൻസ് ആൻഡ് ചിൽഡ്രൻ എടുത്തിരുന്നാലും അവർ വളരെ ഡിപ്പെൻഡന്റ് ആണ്. രണ്ടാമത്തേതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അവൻ റിയാക്ട് ചെയ്തു, അവന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു. ബട്ട് ഹി വാസ് റെഡി ടു കോംപ്രമൈസ്, ഹി വാസ് റെഡി ടു റെക്കൺസൈൽ. അവന്റെ പരാതി പറഞ്ഞു, അമ്മയൊരു ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോ അവൻ ശാന്തനായി. മൂന്നാമത്തെ കൂട്ടം ആളുകളെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണ്.
ജീവിതത്തിന്റെ അവസാനം വരെയും അവർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അങ്ങനെയുണ്ട്. എന്തെങ്കിലും ഭർത്താവിന് പറ്റിയ ഒരു അബദ്ധം, അല്ലെങ്കിൽ ഭർത്താവ് ചെയ്ത ഒരു തെറ്റ്, അല്ലെങ്കിൽ സ്നേഹശൂന്യമായ ഒരു വാക്ക്, അല്ലെങ്കിൽ മാതാപിതാക്കളോട്, പാർട്ട്നേഴ്സിന്റെ മാതാപിതാക്കളോട് കാണിച്ച ഒരു അനീതി, ആയുസിന്റെ അറ്റം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ലോകത്ത്. ദാറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി പേഴ്സൺ. അതൊരു ഹെൽത്തി മൈൻഡ് ഉള്ള ആളിന്റെ ലക്ഷണമാണ്. ആൻഡ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പീപ്പിൾ ആർ ദ ഫോർത്ത് വൺ. അമ്മ വരുന്നത് വരെ ബഹളം ഉണ്ടാക്കി, അമ്മ വന്നു കഴിഞ്ഞപ്പോ വേറൊരു ദിക്കിലേക്ക് നോക്കിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് ഡിസ്കണക്റ്റഡ്. അവര് ഈ ഒരു ഒറ്റ തെറ്റിന്റെ പേരിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്തു. ഇനി അമ്മയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കാര്യത്തിലും ചില ആളുകൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. നോ, വി ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ്. വി ആർ നോട്ട് മെഷീൻസ്. നിങ്ങൾ കടയിൽ പോയിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത് പോലെ 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയെ ജീവിതത്തിൽ കിട്ടുകയില്ല. വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പോകുന്നത് പോലെ പെണ്ണ് കാണാൻ പോകരുത്. അതാവുമ്പോൾ നമ്മൾ അതിന്റെ ബ്യൂട്ടിയും അതിന്റെ ഫങ്ഷൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഗ്യാരണ്ടിയും ഒക്കെ നോക്കിയിട്ട് 5 കൊല്ലം കഴിഞ്ഞ് വേണ്ടായെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ആക്രിക്കാരന് കൊടുക്കാം. നോ, വി ആർ ഹ്യൂമൻ ബീങ്സ്. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. നമുക്ക് നന്മകളോടൊപ്പം തന്നെ ഒത്തിരി പരിമിതികളുണ്ട്, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, പരാജയങ്ങളുണ്ട്. പാർട്ട്നേഴ്സ് ആണെങ്കിലും പരാജയങ്ങളെ അംഗീകരിക്കുന്നു. വൈകൃതങ്ങളെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന വൈകൃതങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി അവരെ സൃഷ്ടിച്ചപ്പോ ദൈവം കൊടുത്ത ചില ഫിസിക്കൽ ആയിട്ടുള്ള ചില പ്രയാസങ്ങൾ കാണും. അതിനെ അംഗീകരിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നതിലാണ് ദൈവത്തിന്റെ സ്നേഹം കുടികൊള്ളുന്നത്. ഒരിക്കലും ഈ കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. ഒരേ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ 2 കുട്ടികൾ 3 കുട്ടികൾ 3 തരത്തിലായിരിക്കും. അവരെല്ലാം ഒരുപോലെ ഇരിക്കണമെന്നില്ല. ഇത് ഒരു കുട്ടിയും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കുകയുമില്ല. കുറച്ചൊക്കെ ഫീച്ചേഴ്സ് കാണും. ബട്ട് there are many things which you didn't even think about. പക്ഷേ ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നാഗ്പൂരായിരുന്നപ്പോ ഒരിക്കല് അവിടെ സഹകരിക്കുന്ന ഒരു സാധാരണ വീടാണ്. ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. ആ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അച്ഛന്മാരൊക്കെ പോവുകയൊക്കെ ചെയ്യും. വളരെ സ്വീകരണമുള്ളൊരു വീടാണ്. ഒരിക്കൽ ചെന്നപ്പോ അവിടെ ഭയങ്കരമായ മൗനമാണ്, മ്ലാനതയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല. ഹസ്ബൻഡ് ഉണ്ട്, വൈഫുണ്ട്, പിള്ളേരുണ്ട്, ആരും മിണ്ടുന്നില്ല. അത് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അടുക്കളയിൽ നിന്ന് വന്നു. അച്ഛൻ അറിഞ്ഞു ഇവിടുത്തെ വിശേഷം. ഞാൻ എന്ത് പറ്റി? ആരെങ്കിലും റിലേറ്റീവ്സിനോ വല്ലതും ആക്സിഡന്റോ ഡെത്തോ? എന്താ പ്രശ്നം? എന്താ അസുഖമോ? നോ, അതല്ല. മൂത്ത കുട്ടി ഫിസിക്സിന് തോറ്റിരിക്കുന്നു. അച്ഛനറിയാമോ ഈ മനുഷ്യൻ എത്ര മണിക്കൂർ ഓവർ ടൈം ചെയ്യണം? അച്ഛനറിയാമോ ഞങ്ങൾക്കിപ്പോ എത്ര രൂപ കടമുണ്ടെന്നുള്ളത് അറിയാമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാധ്യതകൾ അച്ഛനറിയാമോ? ഇവന് ഫിസിക്സിന് തോറ്റ്, ഇങ്ങനെ പോയാൽ ഈ വീട് അങ്ങനെ പോകും. അപ്പൊ ആ കുട്ടി കരഞ്ഞുകൊണ്ട് മുറിയിൽ നിറങ്ങി വന്നൊരു +2 സ്റ്റുഡൻ്റ് ആണ്. പറഞ്ഞു, അച്ഛാ ഞാൻ അന്നേ പറഞ്ഞതാണ്, എനിക്ക് ഈ മാത്തമാറ്റിക്സ് ഫിസിക്സ് ഈ ഗ്രൂപ്പ് ഇറ്റ് ഈസ് ടഫ് ഫോർ മീ. പക്ഷെ പപ്പായും മമ്മിയും നിർബന്ധിച്ച് എന്നെ കൊണ്ടത് എടുപ്പിച്ച. ഇപ്പൊ ഇവർക്ക് എന്നെ വേണ്ട. ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, they don't want me, they hate me. ഇത് വളരെ വളരെ ആപൽക്കരമായ ഒരു രംഗമായിരുന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഇപ്പൊ ആ കുട്ടി വലുതായി കല്യാണമൊക്കെ കഴിച്ച് എവിടെയോ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ വർക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മുടെ കുട്ടികളെ വേണ്ടവണ്ണം സ്നേഹിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല. ചില ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. ഉള്ളിൽ സ്നേഹം കാണും. പ്രത്യേകിച്ച് ഫാദേഴ്സ് ആണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. അപ്പന്മാരാണ്. കുട്ടികളുടെ അടുക്കൽ തമാശ പറയുന്നില്ല, ചിരിക്കുന്നില്ല, അവരെയും കൊണ്ട് ഒരു ഉല്ലാസയാത്ര നടത്തുന്നില്ല. അവരുടെ കൊച്ചു കൊച്ചു അച്ചീവ്മെന്റ്സ് വരുമ്പോ അവരെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. മാർക്ക് ലിസ്റ്റും കൊണ്ട് വരുമ്പോ 100-ൽ 80 മാർക്ക് വാങ്ങിച്ചാൽ, എനിക്ക് അവിടുത്തെ മാർക്സിസ്റ്റ് പറഞ്ഞുകൂടാ, എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്, 80 മാർക്ക് വാങ്ങിച്ചാൽ പ്രോഗ്രസ് കാർഡ് കാണുമ്പോൾ ചോദ്യം മുഴുവൻ
കിട്ടാത്ത 20 മാർക്കിനെ പറ്റിയാണ്. കിട്ടിയ 80 മാർക്കിനെ പറ്റിയല്ല സംഭാഷണം, കിട്ടാത്ത 20 മാർക്കിനെ പറ്റിയാണ്. അയൽവക്കത്തെ കുട്ടിക്ക് എത്ര കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ that is not productive, that is not good for your neither for your children nor for your family എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അപ്പോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല കുട്ടികൾ നമ്മളോട് ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് വേദപുസ്തകത്തിലെ 2 രാജാക്കന്മാർ 5-ാം അധ്യായം. നയമാൻ എന്ന് പറയുന്ന വലിയ പട്ടാള മേധാവി, കുഷ്ഠരോഗിയായ നയമാൻ, എലീശ പ്രവാചകൻ വലിയൊരു രോഗശാന്തി നൽവരമുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് സമ്മാനങ്ങളുമൊക്കെയായി അവിടെ പോവുകയാണ്. അവിടെ ചെന്നു ഈ എലീശ പ്രവാചകൻ നയമാനെ മീറ്റ് ചെയ്യുന്ന പോലും ഒരാളെ പറഞ്ഞു വിടുകയാണ്. ആ വരുന്ന നയമാനോട് പറയണം ശിലോഹാം കുളത്തിൽ പോയി, യോർദാൻ നദിയാണ് ആ ഭാഗത്തിന് ശിലോഹാം കുളം എന്ന് പറയുന്നത്, ശിലോഹാം കുളത്തിൽ പോയി 7 വട്ടം മുങ്ങിക്കുളിക്കണം. നയമാന് ഭയങ്കര ദേഷ്യം വന്നു. ഇവിടെ പറയുന്നത് നയമാൻ എക്സ്പെക്ട് ചെയ്തത് ഈ എലീശയുടെ വീട്ടുവാതിക്ക് വരുമ്പം തന്നെ എലീശ എതിരേക്കും, ഇത് അഭിവാദ്യങ്ങളൊക്കെ പറയും, എന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കും, അവന്റെ ദേഹത്തെ കൈ ആട്ടും, അങ്ങനെയൊക്കെ അവനെ സൗഖ്യമാക്കുന്ന വിചാരിച്ചു. അവൻ പറയുകയാണ് ദമ്മശേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ല. ഞാൻ ആറ്റിക്കുളിക്കാനാണെങ്കിൽ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പൊ നയമാൻ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം, എലീശ റിയാക്ട് ചെയ്തത് മറ്റൊരു കാര്യം. നയമാൻ വളരെ കോപിഷ്ഠനാകുക. അപ്പോ ഏതായിരുന്നാലും ഗേഹസിയൊക്കെ പറഞ്ഞ് നദിയിൽ കുളിക്കുന്നു, സൗഖ്യം പ്രാപിക്കും. പലപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മളെ പറയുന്ന രീതി, ചിന്തിക്കുന്ന രീതിയിലല്ല അവരുടെ റിയാക്ഷൻ, നമ്മുടെ എക്സ്പെക്ടേഷൻ അല്ല പലപ്പോഴും അവർ ഫുൾഫിൽ ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ they have their own identity, they have their own talents and they have their own dignity. അത് മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ സ്നേഹിക്കാനും കരുതാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ അവർക്ക് നന്മകൾ നൽകാനും എല്ലാറ്റിനുപരി ദൈവത്തെ നൽകുവാനും ശ്രമിക്കുക. അതാണ് പ്രധാനമായും നിങ്ങളോട് പറയാനായിട്ട് എനിക്കുള്ളത്. ഇനിയുള്ള അല്പസമയം ചോദ്യോത്തരത്തിനായി എടുക്കാം എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ അച്ഛാ, വളരെ ഇഫക്റ്റീവായിട്ടുള്ള സമയം, വളരെ പെട്ടെന്ന് 45 മിനിറ്റ് പോയി. കേട്ട കാര്യങ്ങളെല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ളതായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളത് ചാറ്റ് ബോക്സിൽ അയച്ചു തന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നതിന് ബഹുമാനപ്പെട്ട അനീഷ് അച്ഛനാണ് ഈ ഇന്ററാക്റ്റീവ് സെഷൻ ലീഡ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനിലേക്ക്. ഗുഡ് ഈവനിങ് റജി അച്ഛൻ. അച്ഛൻ കിട്ടിയ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആയി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, അതൊന്ന് ചോദിക്കാം. The first one is regarding the basic need of children about the language. The question itself is the basic need for children in our church today, or even grown-ups brought up in UK, for example, when they come to church, is to understand the Qurbana they are attending. Why don't we have regular English Qurbanas yet, after so many years of diasporas all over the world requesting? Why aren't seminaries teaching Achans existing and new choir people, Sunday school kids and teachers Qurbana in English? I myself, being born and brought up outside Kerala, but I learned to speak, read Malayalam at home, but it's not the same with most of my peer group or the kids and youth now. We're not asking Achans to excel in English language, but maybe if we try, a lot of people who are away from the church because they don't understand Malayalam so well might come back to church. Yeah, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെയും പേരൻസിന് മലയാളം കേട്ടെങ്കിലേ ഒരു സുഖമുള്ളൂ, സന്തോഷം.
ഞാൻ ഒരിക്കലും ചെന്നൈയിലെ ഒരു ഇംഗ്ലീഷ് സർവീസ് നടത്തിയപ്പോൾ ഓണത്തിന് സമയമാണ്, തിരുവോണ സമയമാണ്. മദ്ബഹായിലെ 2 ഭക്തന്മാരായ സീനിയേഴ്സ് കുട്ടികളെ അങ്ങേയറ്റം ഗുണദോഷിക്കുന്ന 2 പേരാണ്. തുയോബോ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ ഇംഗ്ലീഷ് കുർബാനയാണല്ലോ, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് സദ്യയുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാൻ 2 പേരും കുപ്പായിട്ടുണ്ടാ നിൽക്കുന്നത്, ഒന്ന് പൊയ്ക്കോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ കുട്ടികൾ ഇത്രയും ഞായറാഴ്ച നിന്നത് നിങ്ങൾ ഇപ്പം ഫീൽ ചെയ്യുന്ന ഈ ഫീലിങ്ങിലാണ് നിങ്ങളുടെ കുട്ടികൾ. അപ്പോ ഒന്നും മനസ്സിലാകാതെ മലയാളം മാത്രം ചൊല്ലണം എന്ന് നിർബന്ധിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ഒന്ന് സാരമായി ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ തിങ്കിങ് ലാംഗ്വേജിൽ വേണം നമ്മൾ വർഷിപ്പ് ചെയ്യാൻ. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ മറുഭാഷയെ പറ്റി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറയുന്നു എനിക്ക് കിട്ടുന്നില്ല, മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു. സോ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദുഃഖവെള്ളിയാഴ്ച തന്നെ രാവിലെ തൊട്ട് വയ്യോളം ഒട്ടും ഇംഗ്ലീഷ് ഇല്ലാതൊക്കെ വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് വലിയ പ്രയാസമുണ്ട്. അവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു എക്സാമ്പിളായിട്ട് എടുക്കേണ്ടത് അമേരിക്കൻ ഡയസ്പോറ പാരീഷസ് ആണ്. അഭിമന്യ ബർണബാസ് തിരുമേനിയുടെ വലിയ ഇൻസ്പിറേഷൻ കൊണ്ട് 10-35 അച്ഛന്മാർ, അവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള അച്ഛന്മാരും മലയാളം അറിയാൻ വയ്യാത്ത അച്ഛന്മാരും, അവരിപ്പോ അവിടെയുള്ള യങ്സ്റ്റേഴ്സിനെ നല്ലവണ്ണം ലീഡ് ചെയ്യുക. നമ്മുടെ വേർഷിപ്പ് ദുഃഖവെള്ളിയാഴ്ച എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ രാവിലെ 8 തൊട്ട് 4 മണി വരെയും ഇംഗ്ലീഷിൽ മാത്രം ചൊല്ലുന്ന പള്ളികളുണ്ട്. ദ മെലഡി വിൽ ബി ദാറ്റ് ഓഫ് മലയാളം. നാഥാദേശുതിയും എന്നുള്ള ട്യൂൺ ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഓമറിയാമ എന്നുള്ളത് തന്നെ ഇംഗ്ലീഷിൽ ചൊല്ലിക്കേട്ടപ്പോൾ നമുക്ക് എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ അതിൻ്റെ മീനിങ് പിടികിട്ടുക. അപ്പോൾ അത് നോർത്ത് ഇന്ത്യയിലും അനീഷത്തിന് നാഗ്പൂരിൽ പഠിച്ച ആളാണ്. MTH കോട്ടയത്ത് പഠിച്ചെങ്കിലും BD നാഗ്പൂർ പഠിച്ചതാണ്. ഹിന്ദി കുർബാന, അതും ഈ ഒരു പ്രോബ്ലം അവിടെയുണ്ട്. അത് അത്ര ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിന് കാരണം ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല, കാരണം സീനിയേഴ്സ് അതിനെ ഒത്തിരി ഡിസ്കറേജ് ചെയ്യും. സീനിയേഴ്സ് രാവിലെ പള്ളി വരുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഹാപ്പിനെസ് ആണ് അവിടെ നിന്ന്, കുട്ടികളുടെ ഹാപ്പിനെസ് അല്ല. നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരാണ്ടില് കുറച്ചെങ്കിലും കുർബാനകൾ ഇംഗ്ലീഷിലും ജർമ്മനിൽ നമുക്ക് തക്സയുണ്ട്. അഭിമന്യ തിരുമേനി നിങ്ങളോട് പറഞ്ഞു കാണും, ലഹിനായി ഞാനും ഒക്കെ കുറച്ച് അതിനകത്ത് വർക്ക് ചെയ്തതാണ്. ജർമ്മനിൽ നമ്മുടെ തക്സയുണ്ട്, നമുക്ക് ഹിന്ദിയുണ്ട്, കന്നഡയുണ്ട്, തെലുങ്കുണ്ട്. അപ്പോൾ ലെറ്റ് ദ ചിൽഡ്രൻ ഗെറ്റ് ദ ഫെയ്ത്ത് ഇൻ ദെയർ ഓൺ തിങ്കിങ് ലാംഗ്വേജ്. മലയാളം പഠിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മലയാളം തീർച്ചയായും അവരുടെ പേരൻസിന്റെ മദർ ടങ് എന്നുള്ള രീതിയിൽ പഠിച്ചിരിക്കണം. അവരുടെ മദർ ടങ് മലയാളമാണെന്ന് നമ്മൾ പറഞ്ഞാൽ 100% ശരിയാകില്ല. ബിക്കോസ് നിങ്ങളുടെ ചിൽഡ്രൻ ബിറ്റ്വീൻ ദംസെൽസ് അവര് സംസാരിക്കുന്ന ഏത് ഭാഷയാണോ അതാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ലാംഗ്വേജ്. താങ്ക് യു അച്ഛാ. ക്വിക്ലി ഇനിയും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അച്ഛാ, അതുകൊണ്ട് I will just read the basic matter from it. The next question is about the social inclusiveness and fraternity while we deal with other religions. Pratyechum Ramadan samayathu, for example, if we go to a Muslim family, visiting them, eating with them, would that be wrong? ഇതിനും എനിക്ക് പൗലോസ് അപ്പോസ്തലന്റെ ഉത്തരമാണ് പറയാനുള്ളത്. പൗലോസ് അപ്പോസ്തലന് റോമ ലേഖനത്തിലാണെന്നാണ് എൻ്റെ 1 കൊരിന്ത്യൻസ് ആയിരിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പൗലോസ് കൊടുക്കുന്ന ഉത്തരം, അത് വെറും ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭക്ഷിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അത് ഭക്ഷിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവകൃപ ലഭിക്കും, എന്തെങ്കിലും അനുഗ്രഹം കിട്ടും എന്ന വിശ്വാസത്തിൽ ഭക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ നോ എന്നായിരിക്കും എൻ്റെ മറുപടി. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു മൾട്ടി റിലിജിയസ് മൾട്ടി ലിംഗ്വിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ആണ്. UK ഒട്ടും ഡിഫറെൻ്റ് അല്ല. നമുക്ക് വി ഹാവ് ടു ഇന്ററാക്ട് വിത്ത് അതർ റിലിജിയസ് പീപ്പിൾ. അവരുടെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ അവരോട്
സഹവസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം കേരളത്തിലെ വിഷു ദിവസം ഒരു കാത്തലിക് ചർച്ചിലെ കുർബാന ഉണ്ടായിരുന്നു. അച്ഛന് എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കൊടുത്തു എന്ന് പറഞ്ഞ് വലിയൊരു ചർച്ച എറണാകുളം ഭാഗത്ത് വന്നു. അത് ഇച്ചിരി എക്സ്ട്രീമായി പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വിഷു ആഘോഷിക്കുന്നവരെ നമുക്ക് അനുമോദിക്കാം, അല്ലെങ്കിൽ രക്ഷാബന്ധൻ കെട്ടുന്നവരെ നമുക്ക് അവരെ സ്നേഹിതരായി സഹോദരങ്ങളായി കാണാം. അത് പൈശാചികമാണെന്നും അത് നമുക്ക് ഇതരമാണെന്നും പഠിപ്പിക്കാതിരിക്കുക. അവരെ നമുക്ക് ദൈവസ്നേഹത്തിൽ കാണാം, ഇടപെടാം. യേശുക്രിസ്തു അങ്ങനെയായിരുന്നു. യേശുക്രിസ്തു കനാന്യ സ്ത്രീയോട് ഇടപെട്ടത് ഒരു യഹൂദ സ്ത്രീയോട് ഇടപെടുന്ന അതേ ലാഘവത്തോടെ. മകൾക്ക് ഭൂതം ബാധിച്ച അമ്മ കനാനായക്കാരത്തി വന്നപ്പോ യേശു പറഞ്ഞത്, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കാണുന്നില്ല എന്നാണ്. അതുകൊണ്ട് ലെറ്റ് ഗോഡ് ഡിസൈഡ് ആരാണ് കൂടുതൽ വിശ്വസിക്കുന്നുള്ള ദൈവം തീരുമാനിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസവും ആരാധനയുമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. But we can respect people of other faiths. Thank you. So another question from a young parent. Beginning, they appreciate Tirumeni and Achans for taking this initiative. Grateful to the church and the Parayanu. Adu kayinata, I see we are still talking about parenting and kids issues from 10 to 20 years, since last 10 to 20 years. The issues that our kids face now are very different. Things like sexuality, LGBTQ, racism, feminism, equality of genders. So should we not talk about all of these things in our Christian community? That's it. അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 5 കൊല്ലം സേവനം അനുഷ്ഠിച്ചപ്പോഴാണ് ഈ സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് LGBT കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചുള്ള പഠനങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഇടപെടാൻ ഇടയായത്. ഞങ്ങളൊരു സീരീസ് ഓഫ് കൺസൾട്ടേഷൻസ് പ്രോഗ്രാംസ് നടത്തി. ആദ്യത്തെ ഒരു മീറ്റിംഗ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു കൂടുതലായിട്ട്. റാന്നിയിലാണ്, ഗ്രാനായക്കാരുടെ കേന്ദ്രം. ഒരു ഞായറാഴ്ച നിക്കോദീമോസ് തിരുമേനിയുണ്ട്, ഗ്രാനായ സഭയിലെ പ്രമുഖനായ ഒരു കോർപ്പിസ്കോപ്പയുണ്ട്. എന്നോടൊക്കെയുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആ കോർപ്പിസ്കോപ്പ മുഴുവൻ ദിവസം സംബന്ധിച്ചു. വൈകിട്ട് വാലഡിക്ടറി മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞത്, അച്ഛാ, ഞാൻ ആദ്യം വന്നപ്പോൾ കുർബാനയും ചൊല്ലി കർത്താവിന്റെ തിരുശരക്തങ്ങൾ അനുഭവിച്ച് വളരെ പരിശുദ്ധമായ ഒരു രീതിയിൽ വന്ന ഞാൻ ഇതിങ്ങളുടെ കൂടെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ വിഷമത്തിലായി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, they are also created by God. They are also the children of God. പഴയ സെമിനാരിയിൽ വെച്ച് നടത്തിയ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഡാനിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവെന്നും യുവതിയെന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഒരാളുണ്ടായിരുന്നു. ഡാനിയല് ഒരു ബോയ് ആണെന്നാണ് ചിന്തിച്ചിരുന്നത്. ബിക്കോസ് എക്സ്റ്റേണലി ഹി വാസ് ഹാവിങ് എവറിത്തിങ് ഓഫ് എ ബോയ്. ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്, ഗേൾസ് ഇല്ലാത്ത സ്കൂളിലാണ്. പക്ഷേ ഡാനിയൽ ഒരു 8th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഓടി ടോയ്ലറ്റിൽ പോയി അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയായിരുന്നു. കാരണം പ്രശ്നം ഡാനിയൽ ഒരു ഇന്റർസെക്സ് ആണെന്നുള്ളതാണ്. ഈസ് എ ബോയ് ആൻഡ് അറ്റ് ദ സെയിം ടൈം എ ഗേൾ. ഡാനിയലിന്റെ ഉള്ളിൽ പുറമെ ഒരു ബോയിയുടെ അവയവങ്ങളാണെങ്കിൽ ഉള്ളിൽ യൂട്രസും ഓവറിയും ഉണ്ട്. മെൻസ്ട്രുവേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് there was no outlet. അതായിരുന്നു പ്രശ്നം. അദ്ദേഹത്തെ ഇന്ത്യയിൽ ചികിത്സിച്ചിട്ട് ലണ്ടനിൽ കൊണ്ട് ചികിത്സിച്ചു. 19 മേജർ ഓപ്പറേഷൻസ് ആൻഡ് അതർ 9 ഓപ്പറേഷൻസ്. ഇത്രയും ചെയ്താണ് ആളിന്റെ ജീവനെ രക്ഷിച്ചത്. അപ്പോ ഇത് ആ കുട്ടിയുടെ കുഴപ്പമാണോ? ആ കുട്ടി എന്ത് പിഴച്ചു? എന്നെ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിച്ചതല്ലേ? നമ്മുടെ ഒരു അച്ഛൻ പറഞ്ഞു, ഒരു കുട്ടിയെ മാമോദീസായ്ക്ക് എടുത്തപ്പോ ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് അറിഞ്ഞു. ആൺപൈതങ്ങളെ എന്ന് പാടണമോ, നിന്നു മഹിമയുടെ രാജകുമാരി? ബിക്കോസ് ബോത്ത് ആർ ദേർ. അമ്മയോട് ചോദിച്ചു, എന്താ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്? അവൻ പറഞ്ഞു, ജനിച്ചപ്പോൾ ഇങ്ങനെയാണ്. ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചു, ഇങ്ങനെയാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് എ റിയാലിറ്റി. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇറ്റ്സ് എ റിയാലിറ്റി. ഇവരെല്ലാം പറയുന്നത് ഞങ്ങളെ ആരും പ്രസവിച്ച് ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, ഞങ്ങളെ പ്രസവിച്ച് സ്ത്രീകളാണ്.
നിങ്ങളെ പ്രസവിച്ചത് സ്ത്രീകളാണെങ്കിൽ ഞങ്ങളെയും പ്രസവിച്ചത് സ്ത്രീകളാണ്. വി ആർ ഓൾസോ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. ഗിവ് റെസ്പെക്ട് ടു അസ്. മറ്റ് LGBTQ-ന്റെ ബാക്കി ഇഷ്യൂസിനെ സംബന്ധിച്ച് പറയത്തക്കവണ്ണമുള്ള പ്രാപ്തി എനിക്കില്ല. അതിലേക്കാണ് ഇപ്പൊ പ്രവേശിക്കുന്നത്. Thank you. രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന്, again it is a gender issue. Christ is the groom and church is the bride എന്ന allegory യൂസ് ചെയ്യുന്നുണ്ട് ബൈബിളിൽ. So it is being repeatedly used in the teachings, church teachings and prayers. How relevant is it to relate men to Christ and the women to the church? And how do you, don't you think it is a biasness? അത് മുഴുവനായിട്ട് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. നമുക്കറിയാം, സ്ക്രിപ്ചറിലെ ബുക്സ് എഴുതി 2000 years ബാക്കിലാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. പിന്നെയും 1800 വർഷത്തിന് പുറകിലാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒക്കെ പല ബുക്സും വരുന്നത്. അന്നത്തെ ഒരു ചിന്ത ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പെട്രിയാർക്കൽ, ഒരു മെൻ സെന്റേർഡ് വേൾഡിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വനിതകളെ സഭയുമായിട്ട് താരതമ്യപ്പെടുത്തിയുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കർത്താവ് വന്നത് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, രക്ഷയ്ക്ക് വേണ്ടിയാണ്. കർത്താവ് കുരിശിൽ തൂങ്ങിയത് സഭയുടെ കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഡോണ്ട് ഫീൽ ഹ്യൂമിലിയേറ്റഡ് ഓർ ആസ് എ സെക്കൻഡ് ക്ലാസ് ഇഫ് യു ആർ എ വുമൻ. നോ, മെൻ ആൻഡ് വിമൻ ആർ ഈക്വൽ ബിഫോർ ഗോഡ്. അത് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും പുരുഷന്മാരെക്കാൾ ഭംഗിയായി പ്രവർത്തിക്കാനുള്ള കഴിവ് ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളെ നല്ലവണ്ണം മാനിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് അറ്റൻഡ് ചെയ്യുന്ന ഏതെങ്കിലും പുരുഷന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയോടെ ആ കാര്യത്തിലേക്ക് കടന്നു വരണം എന്ന് ആഹ്വാനം ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ക്രിസ്ത്യൻ പേരന്റിംഗ് ആണ് ഇതിന്റെ ഒരു മെയിൻ സ്ട്രെസ്. Because of the work schedules these days, parents are not able to spend time with children and they feel stressed out. So how can we in simple ways be able to remind ourselves as Christian parents to be patient and calm with children and not shout at them? Yeah. Last part on the last sentence. How can we in simple ways be able to remind ourselves as Christian parents to be patient, calm and not shout at children? Okay. ഈ വർക്കിന്റെ സ്ട്രെസ് ഷെഡ്യൂൾ സ്ത്രീകളെ ആണ് കൂടുതൽ ഇത് ബാധിക്കുന്നത്. കാരണം അവർക്ക് ഹോം മേക്കിംഗ് ഉണ്ട്, അവർക്ക് വർക്കുണ്ട്, മറ്റു പല കാര്യങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും ഷൗട്ടിംഗ് ഒക്കെ അറിയാതെ വന്നു പോകും. നമ്മളെല്ലാം മനുഷ്യരാണ്, ബലഹീനത ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾ 24 മണിക്കൂറും കുട്ടികളുടെ അടുക്കൽ ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് ഈസ് കൗണ്ടർ പ്രൊഡക്റ്റീവ്. വല്ലപ്പോഴും ഒക്കെ ഷൗട്ട് ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു പഴയ ജനറേഷനിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുസ്തകമുണ്ട്, ബ്യൂട്ടി ഫോർ ആഷസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം 10-20 വർഷത്തിന് മേൽ പഴക്കമുള്ളതാണ്. അത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓർത്തഡോക്സ് ചർച്ചസിനുണ്ടായ വലിയ റിവൈവലിനെ പറ്റി പറയുന്ന ഒരു പുസ്തകമാണ്. ഒരു ഡയസിസിനെ പറ്റിയാണ് പറയുന്നത്. മെലിത്തോസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ്, യങ് ബിഷപ്പ് ഇൻ ദ 30s, ആ ഡയസിസിൽ വന്നിട്ട് അതിനെ റീജുവിനേറ്റ് ചെയ്യുക. അടഞ്ഞു കിടന്ന പള്ളികളെല്ലാം തുറന്നു, മൊണാസ്ട്രീസ് തുറന്നു, കോൺവെന്റ്സ് തുറന്നു. ഞാൻ റുമേനിയയിൽ പോയിട്ടുണ്ട്. 500-600 നൺസ് ഒക്കെയാണ് ഒരു കോൺവെന്റ്. വലിയ ഒരു 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 സന്തോഷമായിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഈ തിരുമേനി പ്രായമുള്ള ആളുകളെ, ഗ്രാൻഡ് പേരൻസിനെ വിളിച്ചു കൂട്ടി, 80 ഒക്കെ കഴിഞ്ഞതാണ്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ റോളാണ് നിങ്ങളെ സഭയെ നന്നാക്കുക എന്ന് പറയുന്നത്. അവർ പറഞ്ഞു, തിരുമേനി എന്താ പറഞ്ഞിട്ടായി പറയുന്നത്? ഞങ്ങൾ ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലോട്ട് പോകാൻ ബന്ധപ്പെടുകയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആ ബിഷപ്പ് പറഞ്ഞു, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കുഞ്ഞിനെ പാടി ഉറക്കുമ്പോൾ ഒരു വിശുദ്ധന്റെ കഥ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ആ കുട്ടിക്ക് ഒരു സങ്കീർത്തനം ചൊല്ലിക്കൊടുക്കും. നിങ്ങൾ സമയം ഉള്ളപ്പോ നിങ്ങൾ നല്ല നല്ല കഥകള്, നല്ല നല്ല വേദവാക്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോ ഐ നോ ദാറ്റ് ടൈം ഈസ് വെരി ലിമിറ്റഡ് ഫോർ യു, ബട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദൈവത്തെ പറ്റിയും സഭയെ പറ്റിയും നന്മകൾ പറഞ്ഞു കൊടുക്കാം. നല്ല സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊടുക്കാം. നല്ല പാട്ട് പാടി പഠിപ്പിക്കാം. നല്ല വിശുദ്ധന്മാരുടെ, പാമ്പാടി തിരുമേനിയെ പോലെയുള്ള വിശുദ്ധന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കാം. അത്രയും മതി. അതിൽ കൂടെ നിങ്ങൾ തമ്മിലുള്ള ഇന്റിമസി വർദ്ധിക്കും. ദൈവത്തെ പറ്റിയും സഭയെ പറ്റിയും ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾ അറിയാതെ പഠിക്കുകയും ചെയ്യും. താങ്ക് യു.